ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിനമന്നയിൽ സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ എഴുതപ്പെട്ട 25-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ തിരുവചനം, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ, ആശ്രയിക്കുന്നവരെ അവഗണിക്കുന്ന, കാത്തിരിക്കുന്നവരെ ഉപേക്ഷിക്കുന്ന, യാതൊരു ദയയും മനസാക്ഷിയും ഇല്ലാത്ത മനുഷ്യരായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നത്, കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെയും ഉപേക്ഷിക്കുകയില്ലെന്ന് മാത്രമല്ല, അവൻ്റെ അടുക്കൽ വന്ന് അവനെ ആദരിക്കുവാനും അവനെ മാനിക്കുവാനും കർത്താവിൻ്റെ കരമുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തിരസ്കരണമോ അവഗണനയോ നേരിടുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ ആരെയെങ്കിലും കാത്തിരുന്ന് മടുത്തിട്ട് നിരാശപ്പെട്ടിരിക്കുകയാണോ? കർത്താവിന് നിങ്ങളെ ധൈര്യപ്പെടുത്തി പറയുക, മനുഷ്യൻ അവഗണിച്ചാലും മനുഷ്യൻ മറന്നുപോയാലും എന്നെയും നിങ്ങളെ മറക്കാത്ത ഒരു നല്ല കർത്താവുണ്ട്. കർത്താവിനെ കാത്തിരിക്കുന്നവരായി മാറുക. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സക്കായി എന്നൊരു മനുഷ്യനെ കുറിച്ച്. ചുങ്കം ഭരിക്കുന്ന ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി യേശു കടന്നു പോകുന്ന വഴിയിൽ താൻ നീളത്തിൽ കുറിയവനാകുന്നത് കൊണ്ട് തനിക്ക് യേശുവിനെ കാണുവാനുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ആരും അറിയാതെ ഓടി മുൻപോട്ട് കയറി ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. യേശു വരുന്ന വഴിയിൽ സക്കായി ഇരിക്കുന്ന ഇടത്ത് വന്ന് നിന്ന് യേശു മുകളിലേക്ക് നോക്കി തന്നെ കാത്തിരിക്കുന്ന, തന്നെ കാണാൻ ആകാംക്ഷയോടിരിക്കുന്ന സക്കായിയെ നോക്കി വിളിക്കുക, സക്കായിയെ, നീ ഇറങ്ങി വാ, എനിക്കിന്ന് നിൻ്റെ കൂടെ പാർക്കാനുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളിന്ന് ജീവിതത്തിൻ്റെ ഭാരമോ പ്രയാസമോ ഏതെങ്കിലും ആവശ്യഘട്ടത്തിൽ നിങ്ങൾ ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു ഉത്തരം പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിരിക്കുകയാണെങ്കിൽ, നിശ്ചയമായി ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളെ ലജ്ജിപ്പിക്കുകയില്ല. നിങ്ങളെ ആദരിക്കുവാൻ, നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന കർത്താവിൻ്റെ അൻപാർന്ന കരമുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തുമ്പോൾ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ട് മറുപടി എന്ത് ആകുമെന്നോ അല്ലെങ്കിൽ എന്തു ചെയ്യുമെന്നോ ആര് സഹായിക്കുമെന്നോ ഒക്കെ കരുതിയിരിക്കുകയാണെങ്കിൽ, മനുഷ്യനിൽ ആശ്രയിക്കേണ്ട, നമ്മെ സഹായിക്കുന്ന, മാറിപ്പോകാത്ത, മറന്നുപോകാത്ത കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങൾ, ഉപജീവനത്തിൻ്റേതോ ഏത് വിഷയമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവ തിരുമുഖത്ത് വേണ്ടി കാത്തിരിക്കുക. നിശ്ചയമായി നിങ്ങളെ മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കും എനിക്കും വേണ്ടി നിശ്ചയമായി വെളിപ്പെട്ടു വരും. നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ കർത്താവിൽ ആശ്രയിക്കുന്നവരായി മാറാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.